Good afternoon, dear students. Welcome to the class of Advanced Pre-Stress Concrete Design. Myself, Chaitra S. In the last class, we were discussing about the design for axial tension from the third module, and we stopped at a numerical related to this topic. Today, we are going to discuss the numerical. So, last class, we നിർത്തിയ numerical നമുക്കൊന്നുകൂടെ question നോക്കാം. ആ question notebookൽ note down ചെയ്യുക. എന്നിട്ട് വേണം നമ്മുടെ ഈ problem start ചെയ്യാനായിട്ട്. Moving on to the question. This was our question. Design a suitable section for the tie member of a truss to support a maximum design force of 500 kN. The permissible compressive stress in concrete at transfer is 15 N per mm square and no tension is permitted under working load. The loss ratio is 0.8 and 7 mm diameter bars of ultimate tensile strength of 1700 N per mm square with an initial stress of 950 N per mm square may be used. The direct tensile strength of concrete is 3 N per mm square. The load factor of 2 at the limit state of collapse and 1.25 against cracking is required. Okay, so these are the given details from the question. Moving on to the solution. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാം. Given details, that is, it is given that the maximum design tensile force, അതായത് ND തന്നിട്ടുണ്ട് 500 kN, and the permissible compressive stress in concrete at transfer തന്നിട്ടുണ്ട് 15 N per mm square, and പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ no tension is permitted under working load, അതായത് FTW is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, and the loss ratio is 0.8 അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് കോൺക്രീറ്റ് സെക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഈക്വലന്റ് ഏരിയയുടെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ND ഡിവൈഡഡ് ബൈ ഈറ്റ ഇൻറ്റു FCT. ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിലെ സ്ലൈഡ് നോക്കാം, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പം അതിനകത്ത് ND ഇറ്റ് ഈസ് 500 kN, നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ന്യൂട്ടന്റെ ടേംസിൽ എഴുതിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 15. So, the minimum equivalent area required is 41,500 millimeter square. അത് മിനിമം ആണ്. അപ്പോൾ നമ്മൾ ഡെപ്തിനെ കോൺസ്റ്റന്റ് ആക്കി 250 വെച്ചുകൊണ്ട് മിനിമം ബ്രെഡ്ത്ത് ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ ഇത് മിനിമം വേണ്ടതാണ്, ഇതിൽ നിന്നും കുറയാൻ പാടില്ല എന്നാണ് കണ്ടീഷൻ. സോ നമ്മളൊരു അപ്പർ ലിമിറ്റിലേക്ക് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ ആണ് 180 by 250. Now moving on to the determination of compressive stress. Compressive stress നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് the design tensile force divided by cross sectional area. അത് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 0.8 എടുത്തിട്ടുണ്ട്. എന്താണ് ഈ 0.8? It is the loss ratio. So compressive pre-stress is obtained as 14 N per mm square. Now moving on to നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ് ആണ്. പ്രീ സ്ട്രെസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്കറിയാം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, പ്രീ സ്ട്രെസ് ബൈ ഏരിയ. ഇവിടെ എക്സെൻട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് PE ബൈ Z എന്നുള്ള ടേമും അതേ കൂട്ട് ഇമ്പോസ്ഡ് ലോഡ് ഇല്ലാത്തതുകൊണ്ട് MG MQ അതൊന്നും തന്നെ ഇല്ല. സോ P ബൈ A is the only term. സോ നമുക്ക് ഇതിനകത്തുനിന്ന് ഫ്രീ സ്ട്രെസ്സിംഗ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. മുൻപ് കിട്ടിയ കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ 1000 ചെയ്തേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ആൻസർ നമുക്ക് ന്യൂട്ടണിലായിരിക്കും. അതിനെ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റാനാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്തേക്കുന്നത്. സോ വിൽ ഗെറ്റ് ദ പ്രീ സ്ട്രെസ് ആസ് 630 kN. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 7 mm ഡയമീറ്റർ വയേഴ്സ് ആർ യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ 7 mm ഡയമീറ്റർ വയേഴ്സ് എത്ര എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് ഈ പ്രീ സ്ട്രെസ് കിട്ടാൻ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അത് ഡിറ്റർമിൻ ചെയ്യുക നമ്മൾ അടുത്ത ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഇക്വേഷൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. പ്രീ സ്ട്രെസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർസ് ഇൻറ്റു ഏരിയ ഓഫ് ബാർ ഇൻറ്റു ദ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്. അതാണ് ചെയ്തേക്കുന്നത്. ഇനീഷ്യൽ സ്ട്രെസ് 950 N per mm square ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് 18 നമ്പർ ഓഫ് ബാർസ് എന്ന് കിട്ടും.
അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ ടൈ ഡിറ്റർമിൻ ചെയ്യാം. അതിനായിട്ട് ഏരിയ ഓഫ് ബാർസ്, ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് ഇസ് 18 into pi by 4 into 7 square, total area of bars കിട്ടി, into stress 0.87 times the ultimate tensile strength 1700 Newton per mm square it is given in question, divided by 1000 ചെയ്തേക്കുന്നത് ന്യൂട്ടണിലുള്ള ആൻസറിനെ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റാൻ. we'll get the ultimate tensile strength of tie as 1200 kilo Newton. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഡിറ്റർമിൻ ചെയ്യുക, പ്രീസ്ട്രസിങ് ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യുക, അതേപോലെ തന്നെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ടൈ ഡിറ്റർമിൻ ചെയ്യുക. ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആവും.